ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ആത്മാവിന്റെ എല്ലാ രഹസ്യങ്ങളും അടങ്ങിയ ഒരു പുസ്തകം. അങ്ങനെയൊന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകും? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആകാശിക് റെക്കോർഡ്സ് എന്നൊരാശയത്തെക്കുറിച്ചാണ്. ഒരുപക്ഷേ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ തന്നെയായിരിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തില് ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, ഒരു വഴികാട്ടി ഉണ്ടായിരുന്നെങ്കിലെന്ന്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകം കയ്യിലുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലേ? അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അപ്പോ നമ്മളീ സംസാരിക്കുന്ന ആശയങ്ങളെല്ലാം എവിടെ നിന്നാണെന്നല്ലേ? ഇതെല്ലാം മൗറിൻ സെന്റ് ജെർമീനിന്റെ ഓപ്പണിംഗ് ദി ആകാശിക് റെക്കോർഡ്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമുക്കതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒന്ന് ആഴത്തിൽ നോക്കാം. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം എന്താണ് ഈ ആത്മാവിന്റെ ലൈബ്രറി എന്ന് നോക്കാം. പിന്നെ അവിടത്തെ അഭൗമ ലൈബ്രറിയന്മാരെ പരിചയപ്പെടാം. എന്തിനാണ് ഈ പുസ്തകം തുറക്കേണ്ടത്, എങ്ങനെ നമ്മുടെ ലൈബ്രറി കാർഡ് സംഘടിപ്പിക്കാം. പിന്നെ അവസാനം നമ്മുടെ സ്വന്തം ചരിത്രം മാറ്റിയെഴുതുന്നതിനെക്കുറിച്ചുള്ള അതിശയകരമായ ഒരു ആശയവും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോ നമ്മുടെ ആദ്യത്തെ ചോദ്യം, എന്താണ് യഥാർത്ഥത്തിൽ ഈ ആകാശിക് റെക്കോർഡ്സ്? പുസ്തകം പറയുന്നത് ഇത് ഓരോ ആത്മാവിനും വേണ്ടിയുള്ള ഒരു പ്രപഞ്ച ലൈബ്രറിയാണെന്നാണ്. അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ ഓരോ ആത്മാവിൻ്റെയും എല്ലാ വിവരങ്ങളും, അതായത് ഭൂതകാലം, വർത്തമാനം, ഇനി വരാനിരിക്കുന്ന സാധ്യതകൾ, ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കോസ്മിക് ഡാറ്റാബേസ് പോലെയാണിത്. ഒരു തരം സൂപ്പർ കമ്പ്യൂട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇത് ദ്രാവക രൂപത്തിലുള്ള പ്രകാശത്തിന്റെ ഒരു സജീവ മണ്ഡലമാണത്രേ. പിന്നെ ഇത് അന്വേഷിക്കുന്ന ആർക്കും ലഭ്യമാണ്. ഒരു ഫിലിം ലൈബ്രറി പോലെ നമുക്ക് ഭൂതകാലത്തിലേക്കും വരാനിരിക്കുന്ന ഭാവിയിലേക്കുമൊക്കെ ഒന്ന് എത്തിനോക്കാൻ പറ്റും. ഏറ്റവും പ്രധാനം, ആർക്കും ഇത് ആക്സസ് ചെയ്യാൻ പഠിക്കാമെന്നാണ് പറയുന്നത്. അപ്പോ ഇതെങ്ങനെയാണ് സാധ്യമാവുക എന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? ഗ്രന്ഥകർത്താവ് ഇതിനെ ഉപമിക്കുന്നത് ഒരു റേഡിയോ ട്യൂൺ ചെയ്യുന്നതിനോടാണ്. നമ്മളൊരു പ്രത്യേക സ്റ്റേഷനു വേണ്ടി റേഡിയോ ഡയൽ തിരിക്കുന്നതുപോലെ നമ്മുടെ മനസ്സിനെ ശരിയായ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്താൽ ഈ റെക്കോർഡ്സുമായി കണക്ട് ചെയ്യാനാകുമത്രേ. ശരി, അപ്പോൾ ഈ പ്രപഞ്ച ലൈബ്രറി ആരാണ് നോക്കി നടത്തുന്നത്? വെറുതെ തുറന്നു വച്ചിരിക്കുകയല്ലോ. നമുക്ക് അവിടത്തെ അഭൗമരായ ലൈബ്രറിയന്മാരെ ഒന്ന് പരിചയപ്പെടാം. പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ നേരിട്ട് ഈ ലൈബ്രറിയിലേക്ക് ഇടിച്ചു കയറുകയല്ല ചെയ്യുന്നത്. പകരം കീപ്പേഴ്സ് എന്ന് വിളിക്കുന്ന ചില സൂക്ഷിപ്പുകാരുണ്ട്. ഇവർ അഭൗമരായ ലൈബ്രറിയന്മാരെ പോലെയാണ്. നമുക്ക് വേണ്ട വിവരങ്ങൾ അവർ അവിടെ നിന്ന് കണ്ടെത്തിത്തരുന്നു. മാത്രമല്ല, ഈ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ 4 പ്രത്യേക അസെൻഡഡ് മാസ്റ്റേഴ്സ് നമ്മളെ സഹായിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആരാണീ 4 പേർ? നമുക്ക് നോക്കാം. ഒന്നാമത്തെയാൾ, ദി ഗ്രേറ്റ് ഡിവൈൻ ഡയറക്ടർ. പുസ്തകം പറയുന്നത് ഇദ്ദേഹം ഭൂമിയിലെ ജീവിതത്തിൻ്റെയെല്ലാം ഒരുതരം മേൽനോട്ടക്കാരനാണെന്നാണ്. രണ്ടാമത്തെയാൾ സനത് കുമാര, പുരാതനൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഭൂമി ഒരു പരാജയപ്പെട്ട പരീക്ഷണം ആകാതെ രക്ഷിച്ചത് ഇദ്ദേഹമാണെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. വളരെ കൗതുകകരമായൊരു കാര്യമാണല്ലേ? മൂന്നാമത്തെയാൾ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയുടെ രൂപത്തിലുള്ള ലിബർട്ടി ദേവതയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇവർ ഗ്രേറ്റ് കാർമിക് ബോർഡിന്റെ വക്താവാണെന്നാണ് പറയുന്നത്. അവസാനമായി 4-മത്തെയാൾ ലോർഡ് മെറ്റാട്രോൺ, മാലാഖമാരുടെ ലോകത്തിന്റെ മേൽനോട്ടക്കാരനും ശൂന്യതയിൽ നിന്ന് രൂപങ്ങളുണ്ടാവുന്നതിന്റെ കവാടം സൂക്ഷിപ്പുകാരനുമായാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈബ്രറിയെക്കുറിച്ചും അതിലെ സൂക്ഷിപ്പുകാരെക്കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? ഈ പുസ്തകം തുറക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നമുക്ക് നോക്കാം. പുസ്തകം അവകാശപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കും. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിലെ പല സാഹചര്യങ്ങളോടും ക്ഷമിക്കാനും സ്നേഹിക്കാനും നമ്മളെ പഠിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ആത്മീയ വളർച്ചയുടെ വേഗത കൂട്ടുന്ന ഒരു ഷോർട്ട്കട്ട് പോലെയാണിത്. പുസ്തകത്തിൽ ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു സ്ത്രീ അവരുടെ പുതിയ റൂംമേറ്റിനെക്കുറിച്ച് റെക്കോർഡ്സിനോട് ചോദിച്ചു. കിട്ടിയ മറുപടി ഇതായിരുന്നു: അതിന്റെ തിളക്കം മായുന്നതുവരെയെല്ലാം നന്നായിരിക്കും. അയാൾ ജൂലൈയിൽ പോകും. അത്ഭുതമെന്ന് പറയട്ടെ, അയാൾ കൃത്യം ജൂലൈയിൽ പോയി. അതിനുശേഷം ഓഗസ്റ്റിൽ അവർക്ക് തന്റെ സ്വപ്നത്തിലെ റൂംമേറ്റിനെ കിട്ടിയെന്നും പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഈ ലൈബ്രറിയിലേക്കുള്ള നമ്മുടെ ലൈബ്രറി കാർഡ് എങ്ങനെ കിട്ടും? പുസ്തകത്തിൽ നിർദ്ദേശിക്കുന്ന രീതി എന്താണെന്ന് നമുക്കൊന്ന് ചുരുക്കി നോക്കാം. ഇതൊരു 4 സ്റ്റെപ്പ് പ്രോസസ്സായിട്ടാണ് പുസ്തകത്തിൽ പറയുന്നത്. ഒന്നാമത്, ആത്മാർത്ഥമായിട്ട് വിവരങ്ങൾക്കായി അഭ്യർത്ഥിക്കുക. 2, ഇതിനായി ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്, അതൊരു താക്കോൽ പോലെ ഉപയോഗിക്കുക. 3, നമ്മുടെ പക്ഷപാതപരമായ ചിന്തകളൊന്നും കടന്നുവരാതിരിക്കാൻ നമ്മുടെ ഹയർ സെൽഫുമായി കണക്ട് ചെയ്യുക. 4, ആ ബന്ധം കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ നേരത്തെ കണ്ട അസെൻഡഡ് മാസ്റ്റേഴ്സിനെ വിളിക്കുക. ഇനി നമ്മൾ
ഈ ചർച്ചയുടെ ഏറ്റവും ഗംഭീരമായ, ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നതുമായ ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. നമ്മുടെ സ്വന്തം ചരിത്രം, നമ്മുടെ ഭൂതകാലം മാറ്റിയെഴുതുന്നതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഗ്രേറ്റ് ഡിവൈൻ ഡയറക്ടറിൽ നിന്ന് ലഭിച്ചതായി പറയുന്നൊരു സന്ദേശം ഇങ്ങനെയാണ്: ഇനി കണക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മുറിവുകളെല്ലാം വിട്ടുകളയൂ. കളിക്കാർ ഇല്ലാതാകുമ്പോൾ കളി അവസാനിക്കൂ. ഇതിനർത്ഥം പഴയ കർമ്മത്തിന്റെ കണക്കുകൾ ഇനി ആവശ്യമില്ല, ആ കളി കഴിഞ്ഞു എന്നാണ്. അപ്പോ നിങ്ങൾക്ക് ഭൂതകാലം മാറ്റാൻ കഴിയുമോ? പുസ്തകം പറയുന്നത് നമ്മുടെ ഓർമ്മകളെ പുനർനിർമ്മിക്കാൻ കഴിയുമെന്നാണ്. ഉദാഹരണത്തിന്, കുട്ടിക്കാലത്ത് ഒറ്റയ്ക്ക് കരഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നിയ ഒരു വേദന നിറഞ്ഞ ഓർമ്മയുണ്ടെന്ന് കരുതുക. ഇപ്പോൾ മുതിർന്ന നിങ്ങൾ ആ ഓർമ്മയിലേക്ക് ഒരു കഥാപാത്രമായി കടന്നുചെന്ന് ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നതായി സങ്കല്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഓർമ്മയുടെ വേദന ഇല്ലാതാവുകയും ആ ഓർമ്മ ഹീലാവുകയും ചെയ്യുമത്രേ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ചിന്തിക്കാനൊരു കാര്യമുണ്ട്. ഒന്നാലോചിച്ചു നോക്കും, നിങ്ങളുടെ ആത്മാവിന്റെ മുഴുവൻ ചരിത്രവും, ഭൂതവും വർത്തമാനവും വരാനിരിക്കുന്ന സാധ്യതകളും അടങ്ങിയ ആ പുസ്തകം തുറക്കാൻ നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ നിങ്ങൾ ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം